നമ്മുടെ ഇന്ത്യൻ പ്രതിരോധ മേഖലയുടെ ശക്തി ദിനംപ്രതി വർദ്ധിച്ചു വരികയാണ്. കൂടുതൽ ശക്തി വർദ്ധിപ്പിക്കുന്നതിന്റെ ഭാഗമായി എക്സ്റ്റൻഡഡ് റേഞ്ച് ആന്റി സബ്മറൈൻ റോക്കറ്റ് സിസ്റ്റം വളരെ വിജയകരമായി പരീക്ഷിച്ചിരിക്കുകയാണ് നാവികസേന. ജൂൺ 23 മുതൽ ജൂലൈ 7 വരെയാണ് പരീക്ഷണം നടന്നിരിക്കുന്നത്. INS കവരത്തിയിൽ നിന്നുള്ള പരീക്ഷണം വിജയകരമായി പൂർത്തിയായതായി പ്രതിരോധ മന്ത്രാലയം അറിയിച്ചു. ചിത്രങ്ങളും ഇവർ തന്നെ പങ്കുവച്ചിരിക്കുകയാണ്. എക്സ്റ്റൻഡഡ് റേഞ്ച് ആന്റി സബ്മറൈൻ റോക്കറ്റ് സിസ്റ്റത്തിന്റെ പരീക്ഷണത്തിൽ പങ്കുവച്ച പ്രതിരോധ ഗവേഷണ വികസന സംഘടനയും നാവികസേനയും ഒക്കെ തന്നെ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് അഭിനന്ദിച്ചിരിക്കുകയാണ്. ഈ സംവിധാനം നാവികസേനയുടെ ശക്തി വർദ്ധിപ്പിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഈ റോക്കറ്റ് സംവിധാനം പൂർണ്ണമായും തദ്ദേശീയമാണ്, അല്ലെങ്കിൽ ആ രീതിയിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. റോക്കറ്റ് ഉടൻ നാവികസേനയിൽ കമ്മീഷൻ ചെയ്യുമെന്നും അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട്. പ്രതിരോധ സാങ്കേതിക വിദ്യയിൽ ഇന്ത്യയുടെ വർദ്ധിച്ചു വരുന്ന ഒരു സ്വാശ്രയത്വത്തെ പ്രതിഫലിപ്പിക്കുന്നതാണ് ഇതെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഇന്ത്യൻ പ്രതിരോധ മേഖല കൂടുതൽ ശക്തമാകാൻ ഈ സംവിധാനം സഹായിക്കുന്നു. പൂനെയിലെ ഡിഫൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഓർഗനൈസേഷൻ, ആർമമെന്റ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് എസ്റ്റാബ്ലിഷ്മെന്റ്, ഹൈ എനർജി മെറ്റീരിയൽസ് റിസർച്ച് ലബോറട്ടറി, നേവൽ സയൻസ് ആൻഡ് ടെക്നോളജിക്കൽ ലബോറട്ടറി എന്നിവയുമായി സഹകരിച്ചുകൊണ്ടാണ് ഇത് വികസിപ്പിച്ചെടുത്തിരിക്കുന്നത്. അതായത് സമുദ്ര പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്നതിനായി തന്നെ തദ്ദേശീയമായി നിർമ്മിച്ച ആന്റി സബ്മറൈൻ റോക്കറ്റ് സിസ്റ്റം വിജയകരമായി പരീക്ഷണം നടത്തിയിരിക്കുകയാണ് എന്നതാണ് പുറത്തുവരുന്നത്. INS കവരത്തിയിൽ നിന്ന് എക്സ്റ്റൻഡഡ് റേഞ്ച് ആന്റി സബ്മറൈൻ റോക്കറ്റിന്റെ പരീക്ഷണം വിജയകരമായാണ് പൂർത്തീകരിച്ചിരിക്കുന്നത്. ഇത് ഔദ്യോഗികമായ നാവികസേനയുടെ പ്രസ്താവനയിലാണ് കാര്യങ്ങൾ വ്യക്തമാക്കുന്നത്. റോക്കറ്റ് ഉടൻ തന്നെ നാവികസേനയിൽ കമ്മീഷൻ ചെയ്യപ്പെടുമെന്നും പ്രതീക്ഷിക്കുന്നു. ഇരട്ട റോക്കറ്റ് മോട്ടോർ കോൺഫിഗറേഷനാണ് ഈ അന്തർവാഹിനി വിരുദ്ധ റോക്കറ്റിന്റെ സവിശേഷതയായി പറയുന്നത്. ഇത് ഉയർന്ന കൃത്യതയോടെയും അതുപോലെ തന്നെ സ്ഥിരതയോടും കൂടി തന്നെ പ്രവർത്തിക്കുന്നു. ഇറേസർ തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത ഒരു ഇലക്ട്രോണിക് ടൈം ഫ്യൂസ് ഉപയോഗിക്കുന്നുണ്ട്. ഇത് അതിന്റെ പ്രവർത്തന കാര്യക്ഷമത വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു. ഇറേസർ റോക്കറ്റുകളുടെ നിർമ്മാണത്തിൽ പങ്കാളികളായി തന്നെ ഹൈദരാബാദ് ആസ്ഥാനമായുള്ള ഭാരത് ഡൈനാമിക് ലിമിറ്റഡുമായും അതുപോലെ തന്നെ നാഗ്പൂരിലെ സോളാർ ഡിഫൻസ് ആൻഡ് എയ്റോസ്പേസ് ലിമിറ്റഡുമായും സർക്കാർ കരാറിൽ ഏർപ്പെട്ടിട്ടുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ഇന്ത്യയുടെ പ്രതിരോധ വ്യവസായത്തിനും അതിൻ്റെ തന്ത്രപ്രധാനമായ പ്രതിരോധ സംരംഭങ്ങൾക്കും ഒരു ഉത്തേജനമായി തന്നെ ഈ പരീക്ഷണം കാണാൻ സാധിക്കും. ഇത് ഭാവിയിൽ നൂതന ആശയങ്ങൾക്ക് വഴിയൊരുക്കുമെന്നും പ്രതിരോധ മന്ത്രാലയത്തിന്റെ പ്രസ്താവനയിൽ പറയുന്നുണ്ട്. ഇറേസറിന്റെ വികസനത്തിനും അതുപോലെ പരീക്ഷണങ്ങളിലും DRDO, നാവികസേന, വ്യവസായ പങ്കാളികൾ എന്നിവയുടെ ശ്രമങ്ങളെ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് അഭിനന്ദിച്ചിട്ടുണ്ട്. ഈ സംവിധാനത്തിന്റെ പരീക്ഷണ വിജയം നാവികസേനയെ കൂടുതൽ ശക്തിപ്പെടുത്തുമെന്നും അദ്ദേഹം പറഞ്ഞു. ഇത് തദ്ദേശീയമായ പ്രതിരോധ ഉൽപ്പന്നങ്ങളുടെ അതിനുള്ള സർക്കാരിന്റെ പ്രതിബദ്ധതയെ പ്രതിഫലിപ്പിക്കുന്നതാണ് എന്നും വ്യക്തമാക്കുന്നു. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.